വോക്ക് വോക്ക് ആൻഡ് വോക്ക്. അപ്പം ഇതിൽ ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു ഡിയർ, അത് ഡിയർ എന്തോ പറയുന്നുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ, ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് കിട്ടു. അപ്പൊ ഈ ഡിയർ പറയുക, എത്ര മനോഹരമായിട്ടിരിക്കുന്നു, നമുക്കൊന്ന് നടക്കാൻ പോയാലോ കിട്ടു എന്ന് പറയാം. അപ്പൊ കിട്ടു ആരായിരിക്കും? ഈ റാബിറ്റ് ആയിരിക്കും. അപ്പൊ റാബിറ്റ് എന്താ പറയുന്നേ? ഓക്കെ മിന്നു. അപ്പം ഈ ഡിയറിന്റെ പേരെന്തുവാ? മിന്നു. പിന്നെ എന്തോ എഴുതിയിരിക്കുന്നേ? വാട്ട് ആർ തിങ്സ് ഡു വി സീ ഇൻ ദി പിക്ചർ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു റാബിറ്റ് ഉണ്ട്, ഒരു ഡിയർ ഉണ്ട്, പിന്നെ കുറെ ഫ്ലവേഴ്സ് നിപ്പുണ്ട്, പിന്നെ ബട്ടർഫ്ലൈസ് ഉണ്ട്. പിന്നെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഹൗ മെനി ബട്ടർഫ്ലൈസ്. അപ്പൊ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? അപ്പം 1 2 3. അപ്പം 3 ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പൊ അതവിടെ എഴുതണം. പിന്നെ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി ഫ്ലവേഴ്സ്. അപ്പം എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? അപ്പം കൗണ്ട് ചെയ്യുക. 1 2 3 4 5 ഫ്ലവേഴ്സും ഉണ്ട്. അപ്പൊ അതവിടെ എഴുതണം. പിന്നെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 3 of the flowers seem happier. Can you guess why? അപ്പം ഇതിൽ 3 ഫ്ലവേഴ്സ് വളരെ ഹാപ്പി ആയിട്ട് കാണുന്നു. അതെന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അതിന്റെ കൂടെയാണ് 3 ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത പേജിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ട്രീ ഉണ്ട്. പിന്നെ ആ ട്രീയുടെ അടിയിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു മങ്കി ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ വാല് കാണുമ്പോൾ അറിയാലോ, ഈ ടെയിൽ കാണുമ്പോൾ എന്തായിരിക്കും? അത് സ്ക്വയറലിന്റെ, എന്ന് വെച്ചാൽ നമ്മുടെ അണ്ണാൻകുഞ്ഞ്. അപ്പം പിന്നെന്താ എഴുതിയിരിക്കും നോക്കാം. മിന്നു ആൻഡ് കിട്ടു സ്റ്റാർട്ടഡ് വാക്കിംഗ് ത്രൂ ദി വുഡ്സ്. അപ്പൊ നമ്മുടെ മിന്നുവും കുട്ടും നടക്കാൻ പോയില്ലായിരുന്നോ? അപ്പൊ അവര് നടത്തം തുടങ്ങി, കാട്ടിൽ കൂടെ നടത്തം തുടങ്ങി. അപ്പം ഈ നമ്മുടെ കിട്ടു പറയുക, ഹേയ് ഹിയർ ഈസ് ബാഗ്, ലെറ്റ്സ് സീ വാട്ട്സ് ഇൻ ഇറ്റ്. അപ്പം ഈ കിട്ടു പറയുക, അതാ നോക്ക്, അവിടെ ഒരു ബാഗ് ഇരിക്കുന്നത്, നമുക്ക് അതിൽ എന്താണെന്ന് നോക്കാന്ന് പറയുക ഈ മിന്നുവിന്റെ അടുത്ത്. പിന്നെ അടുത്ത പേജിൽ എന്താ സംഭവിച്ചത്? അത് കേൾക്കുമ്പോഴത്തേക്ക് ആ മങ്കിയും നമ്മുടെ അണ്ണാൻകുഞ്ഞ് സ്ക്വയറിലും കൂടെ വന്നിട്ട് അവരുടെ അടുത്ത് വന്ന് നോക്കുക, മുകളിൽ ഇരുന്നിട്ട് നോക്കുക. അപ്പൊ എന്താ എഴുതിയിരിക്കുന്നത്? മിന്നു ആൻഡ് കിട്ടു ഓപ്പൺഡ് ബാഗ് ആൻഡ് ലുക്ക് ഇൻസൈഡ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ആ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കുക. വാവ്, ഹാറ്റ്സ്. അപ്പൊ എന്താ നമ്മുടെ ഈ മിന്നു പറയുന്ന, നോക്കൂ, നമുക്ക് ദേ കുറെ ഹാറ്റ്സ് ഉണ്ടെന്ന്, കുറെ ഹാറ്റ്സ് അല്ല ഹാറ്റ്സ് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇതിലെന്താ പറയുന്നത്? ഹൗ മെനി ഇൻസൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹാറ്റിന്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1 2 3. അപ്പൊ 3 ഹാറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഔട്ട്സൈഡ്. അപ്പൊ പുറത്ത് എത്ര എണ്ണം ഉണ്ട്? അപ്പൊ എത്ര എണ്ണം ഉള്ളത്? 1 2 3 4. അപ്പം പുറത്ത് 4 എണ്ണം ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കളർ ദീസ് ഹാറ്റ്സ്. അപ്പൊ ഇൻസൈഡ് ഉള്ള ഹാറ്റ്സിന് ഓൾറെഡി കളർ ഉണ്ട്. അപ്പൊ ഔട്ട്സൈഡ് ഉള്ള ഹാറ്റ്സിന് കളർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചാപ്റ്ററിൽ പിന്നെന്താ ഉള്ളത് നോക്കാം നമുക്ക്. അപ്പൊ ഇതില് പിക്ചറില് അപ്പോ നമ്മുടെ മങ്കിയും സ്ക്വയറലും നമ്മുടെ ഡിയറും റാബിറ്റും ഒക്കെ ഹാറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതേ കുറിച്ചാണ് നോക്കുന്നത്. അപ്പൊ കുഞ്ഞൻ സ്ക്വയറൽ. അപ്പൊ ഈ സ്ക്വയറലിന്റെ പേരെന്താ? കുഞ്ഞൻ. ആൻഡ് പിങ്കി ഈ മങ്കി. അപ്പൊ പിങ്കി എന്നാണ് നമ്മുടെ കുരങ്ങന്റെ പേര്. ടുക്ക് സം ഹാറ്റ്സ് ആൻഡ് ക്ലൈംഡ് അപ്പ്. അപ്പൊ അവര് കുറച്ച് ഹാറ്റ്സ് എടുത്തിട്ട് അവര് കയറിപ്പോയി, മുകളിലോട്ട് കയറിപ്പോയി. അപ്പം അത് അതിന് കൗണ്ട് ചെയ്യാനായിട്ടാ ഇത്. അപ്പം ഇത് എന്താന്ന് വെച്ചാൽ ഹൗ മെനി ഹാറ്റ്സ്. അപ്പൊ എത്ര ഹാറ്റ്സ് വീതാന്നുള്ളത് കൗണ്ട് ചെയ്യാനാ. അപ്പൊ സ്ക്വയറലിന്റെ കയ്യിൽ എത്ര ഉണ്ടുള്ള ഹാൻഡിലാണ് അത് 1. അപ്പൊ 1 എഴുതണം. പിന്നെ എത്രയുള്ളത്? റാബിറ്റിന് എത്രയുള്ളത് നോക്കിയാ, റാബിറ്റിന്റെ 2 കയ്യിലും ഉണ്ട്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും ഉണ്ട്. അപ്പൊ അതെത്രയാ? 2. അപ്പൊ അത് എഴുതണം. പിന്നെ അടുത്ത മങ്കിക്ക് എവിടെയൊക്കെ ഉണ്ട്? ഹെഡിലുണ്ട്, ഹാൻഡിലുണ്ട്, ടെയിലുണ്ട്. അപ്പൊ അത് എത്രണ്ണോ? 3 എണ്ണം. 1 2 3. പിന്നെ ഡിയറിന് ആപ്പടെ ഒരെണ്ണേ ഉള്ളു, അത് ഹെഡിലുണ്ട്. അപ്പൊ 1. പിന്നെ ഹൗ മെനി ഹാറ്റ്സ് ഇൻ ദി ബാഗ് നൗ? നത്തിങ്, 0. അപ്പം ഇതിൽ നോക്കുമ്പോ ബാഗിൽ നീ എത്ര എണ്ണം ഉള്ളതെന്ന് നോക്കിയാൽ എത്ര? ഒന്നുമില്ല. അപ്പൊ നത്തിങ്, 0. പിന്നെ ഈ പേജിലെന്ന് വെച്ചാൽ സിങ് ആൻഡ് റൈറ്റ്.
അപ്പോൾ ഒരു പാട്ട, എന്നിട്ട് അതിനെപ്പറ്റി എഴുതാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. ഹൗ മെനി മാംഗോസ്? The tree did not have 5 mangoes. A squirrel bit of one. How many left on the tree? പിന്നെന്താ? The wind shook down one. How many left on the tree? A crow pecked off one. How many left on the tree? Ammu stoned down one. How many left on the tree? Appu plucked off one. How many left on the tree? Nothing left on the tree now, and nothing, is 0. അപ്പൊ നമുക്ക് നോക്കാം. The tree in the yard have 5 mangoes. അപ്പൊ ഇതില് നമ്മുടെ മരത്തില് 5 മാംഗോസ് ഉണ്ട്, അതപ്പോ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞാൽ a squirrel bit of one. How many left on the tree? അപ്പൊ നമ്മുടെ ഒരു സ്ക്വയറൽ, നമ്മുടെ അണ്ണാൻകുഞ്ഞ് അതിന്റെ ഒരു മാംഗോ കടിച്ചാ പിന്നെ എത്ര എണ്ണോ ഉള്ളതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം 5-ന്ന് 4 കുറയ്ക്കും. 5-ന്ന് 1 പോകുമ്പോ എത്ര എണ്ണം ഉള്ളത്? 4. പിന്നെ the wind shook down one. How many left on the tree? എന്ന് വെച്ചാ കാറ്റത്ത് കുലുക്കി ഒരെണ്ണം വീണ് കഴിയുമ്പോഴത്തേക്കും എത്ര എണ്ണമാണെന്ന് ചോദിക്കുക. അപ്പൊ ഇനി അപ്പോൾ 4-നേ ഉള്ളൂ. 4-ത്തിന് പിന്നെ ഒന്നും കൂടെ പോകുമ്പോ 3. പിന്നെ a crow pecked off one. How many left on the tree? നമ്മുടെ കാക്ക ഒരെണ്ണം കൊത്തിയെടുക്കുമ്പോഴത്തേക്കും ഇനി എത്ര, കൊത്തിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എത്ര ഉള്ളത്? 3-ന്ന് 1 കൂടെ കുറയ്ക്കുമ്പോ 2. പിന്നെ എന്തുവാ? അമ്മു സ്റ്റോൺ ഡൗൺ വൺ. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദി ട്രീ? അമ്മു കല്ലെറിഞ്ഞ് ഒരെണ്ണം വീഴ്ത്തി. പിന്നെ അതിൽ എത്ര എണ്ണം ഉള്ളതെന്ന് ചോദിക്കുന്നത്. അപ്പൊ 2-ന് പിന്നെ 1 കൂടെ പോയാൽ 1. പിന്നെ അപ്പു പ്ലഗ്ഡ് ഓഫ് വൺ. അപ്പു അതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെടുത്തു. ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദി ട്രീ? ഇനി എത്ര എണ്ണം ഉള്ളത്? ഒന്നുമില്ല. അതാണ് nothing left on the tree now, and nothing is 0. ഒന്നുമില്ലെങ്കിൽ എന്തുവാ നമ്പർ? 0. അതപ്പോ അവിടെ എഴുതുന്നേ. പിന്നെ അടുത്ത പേജിൽ എന്താ സംഭവിച്ചേ? നമ്മുടെ രാമുണ്ണി അങ്കിൾ കണ്ടാ നോക്ക്. രാമുണ്ണി അങ്കിൾ, the hat seller, came back after washing his face at the stream. He sat down under the tree. അപ്പൊ എന്താ സംഭവിച്ചേ? പുഴയിൽ മുഖം കഴുകി വന്നു. ആര് വന്നു? നമ്മുടെ തൊപ്പി വിൽപ്പനക്കാരനായ നമ്മുടെ രാമുണ്ണി അങ്കിള്. എന്നിട്ട് എന്താ ചെയ്തേ? മരത്തിന്റെ അടിയിൽ വന്നിരുന്നു. അപ്പൊ നമ്മുടെ കണ്ട മരത്തിന്റെ അടിയിൽ വന്നിരിക്കും. ഓ മൈ ഹൗസ്. അപ്പൊ എന്താ സംഭവിച്ചേ? തൊപ്പി ഒന്നും കാണാനില്ല. അപ്പൊ വിഷമിച്ച് അങ്ങനെ ഇരിക്കുക. അയ്യോ എന്റെ ഹാർസ് എന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കും? നോ ഹാർസ് ഇൻ ദി ബാഗ്, 0. രാമുണ്ണി അങ്കിൾ വാസ് വെരി സാഡ്. അപ്പൊ എന്താ സംഭവിച്ചേ? ബാഗിൽ ഒരു ഹാറ്റ് പോലും ഇല്ല. ഇപ്പൊ 0 ആയിട്ടുണ്ട്. രാമുണ്ണി അങ്കിൾ വളരെ വിഷമിച്ചിരിക്കുക. അപ്പൊ അടുത്ത പേജിൽ എന്താ നോക്കാം. ഡ്രോ ആൻഡ് ജോയിൻ. അപ്പൊ ഡ്രോ ചെയ്യാനാ പറയുന്നത്. ഈച്ച് വൺ നീഡ്സ് 1 ഹാറ്റ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഹാറ്റ് വേണം. അപ്പം പിന്നെന്താ പറയുന്ന? ഹൗ മെനി ഹാറ്റ്സ് ഫോർ ദി സ്ക്വറൽസ്? അപ്പം ഈ സ്ക്വറൽസിന് എത്ര ഹാറ്റ് വേണം? അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഹാറ്റ് വെച്ചാകുമ്പോഴത്തേക്ക് ഇതിൽ എത്ര എണ്ണം ഉണ്ട്? സ്ക്വറൽസ് 1 2 3 4 5. അപ്പൊ 5 ഹാറ്റ്സ് ഉള്ള എവിടെയാ? ദാ ഇവിടെ. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. അപ്പൊ അതില് ഡ്രോ ചെയ്യണം. പിന്നെ ഇവിടെ എത്ര മങ്കീസ് ഉണ്ട്? അപ്പൊ ഇതേ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫോർ ദ മങ്കി. അപ്പൊ മങ്കീസിന് എത്രയാന്ന് ചോദിച്ചിരിക്കുക. അപ്പൊ അതെത്രയാ? 6. 1 2 3 4 5 6 7 ഉണ്ട്. അപ്പൊ 7. അപ്പൊ 7 വരുന്ന നമ്പർ എവിടെയാന്ന് നോക്കണം. 1 2 3 4 5 6 7. അപ്പം അതിന് നേരെ മാർക്ക് ചെയ്യണം. പിന്നെ അടുത്തത് ഫോർ ദി റാബിറ്റ്സ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ റാബിറ്റ്സിന് എത്ര എണ്ണം? അപ്പൊ റാബിറ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് ആദ്യം കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. അപ്പം അങ്ങോട്ട് ഡ്രോ ചെയ്യണം. പിന്നെ അടുത്ത പേജിലെന്ന് പറഞ്ഞാ, അപ്പൊ ഈ പേജിലെന്ന് പറഞ്ഞാൽ ദ ഹാറ്റ് സെല്ലർ ലുക്ക്ഡ് സാഡ്. അപ്പൊ നമ്മുടെ തൊപ്പി വിൽപ്പനക്കാരൻ എന്താ? വളരെ വിഷമിച്ചിരിക്കുക. സോ പിങ്കി മങ്കി ക്ലൈംഡ് ഡൗൺ. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മുടെ മങ്കി ഉണ്ടല്ലോ, കുരങ്ങൻ, നമ്മുടെ പിങ്കി കുരങ്ങൻ താഴോട്ട് ഇറങ്ങി വന്നു. പിങ്കി ഗിവ് ബാക്ക് 3 ഹാറ്റ്സ്. അപ്പം നമ്മുടെ ഈ പിങ്കി എന്താ ചെയ്തത്? 3 ഹാറ്റ്സ് അല്ലായിരുന്നോ നമ്മളെ പിങ്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചു കൊടുത്തു.
3 hats. അപ്പം പിന്നെന്താ, കിട്ടു റാബിറ്റ് ഗീവ് ബാക്ക് ടു. അപ്പൊ നമ്മുടെ കിട്ടു റാബിറ്റ് എന്ത് ചെയ്തേ, ആ 2 ഹാറ്റും തിരിച്ചു കൊടുത്തു. ഹൗ മെനി ഹി ഹാസ് നൗ? ഇപ്പൊ എത്ര ഉള്ളത് നമ്മുടെ ഹാറ്റ്സ്? അത് 5 ഉണ്ട്. അപ്പം നമ്മുടെ പിങ്കി മങ്കി നമ്മുടെ റാബിറ്റും എടുത്തത് തിരിച്ചു കൊടുത്തു. അതെന്തുകൊണ്ടാണ് കൊടുത്തേ? നമ്മുടെ ഈ തൊപ്പി വിൽപ്പനക്കാരൻ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് അവരെടുത്തത് തിരിച്ചു കൊടുത്തു. പിന്നെ അടുത്ത് എന്താ പറയുന്നേ, അത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്വയറലും വന്നിട്ട് കൊടുത്തു. സ്ക്വയറൽ എടുത്തിട്ടുണ്ടായിരുന്ന എത്രയാ? അപ്പൊ ഹിയർ ഈസ് ദ ഹാറ്റ് ഐ ടുക്ക്. അപ്പം സ്ക്വയറൽ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ നോക്കിയല്ലായിരുന്നു സ്ക്വയറൽ എടുത്തിട്ടുണ്ടായിരുന്നേന്ന്. എത്ര എടുത്തു? 1 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ആഫ്റ്റർ ഗെറ്റിംഗ് ബാക്ക് 1 മോർ ഹാറ്റ് ഹൗ മെനി ഹി ഹാസ് നൗ. അപ്പം 1 കൂടെ തിരിച്ചു കിട്ടിയപ്പോഴത്തേക്ക് ഇപ്പൊ എത്ര ഉള്ളത്? 5 and 1 make 6. അപ്പം നമ്മുടെ ഈ 5 ഓൾറെഡി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒന്നും കൂടെ കിട്ടിയപ്പോ എത്രയായി? 6 ആയി. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, ഹിയർ ഈസ് 1 മോർ ദി വൺ ഐ ടുക്ക്. അപ്പൊ ഇതേ കണ്ടോ, നമ്മുടെ മാനാണെങ്കിൽ 1 കൂടെ, മാൻ എടുത്തത് 1 അല്ലായിരുന്നോ ഡിയർ എടുത്തേ, അതും തിരിച്ചു കൊടുത്തു. അപ്പം ഇവിടെ ഇതൊക്കെ നോക്കൂ. അപ്പം ഞാൻ എടുത്തേം കൂടെ തിരിച്ചു തരുവാന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക. അടുത്ത് എന്താ പറയുന്നത്, നൗ ദി നമ്പർ ഓഫ് ഹാറ്റ്സ് ഈസ് 6 and 1 വിച്ച് ഈസ് 7. അപ്പം എന്തായി, നമ്പർ ഓഫ് ഹാറ്റ്സ് എത്രയായി? 6ന്റെ കൂടെ 1 കൂടെ കിട്ടിയപ്പോ എത്രയായി? 7 ആയി. 7 ഹാറ്റ്സ്. അപ്പൊ 6 + 1 7. നൗ രാമുണ്ണി അങ്കിൾ ഈസ് വെരി ഹാപ്പി. അപ്പൊ എന്താ സംഭവിച്ചേ, നമ്മുടെ രാമുണ്ണി അങ്കിൾ വളരെ സന്തോഷമായി, കാരണം എല്ലാ ഹാറ്റ്സും തിരിച്ചു കിട്ടി. പിന്നെ ഈ പേജിൽ എന്താ, മിന്നു ആൻഡ് കിട്ടു കണ്ടിന്യൂഡ് ദെയർ വോക്ക്. അപ്പൊ അവരെന്താ ചെയ്തേ, അവര് പിന്നെ നടക്കാൻ തുടങ്ങി. അപ്പം പിന്നെ എന്താ ചെയ്തിരിക്കുന്നേ, ഹേയ് വെർ ആർ യു ഓഫ് ടു, ക്യാൻ വി കം ടു. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞിക്കിളി ചോദിക്കുവാണ് ഇവരുടെ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ കൂടെ വരാൻ പറ്റുമോന്ന്, വരാൻ കഴിയുമോ എന്ന് ചോദിക്കുക. അപ്പൊ വൈ നോട്ട് കം ഓൺ, അതിനെന്താ വന്നോളൂ എന്ന് പറയുക നമ്മുടെ ഡിയർ. പിന്നെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നേ, ദി 4 of them went off together. 4 പേരും കൂടി ഒരുമിച്ച് പോയി. അപ്പൊ ഇവര് 4 പേരായില്ലേ ഇപ്പൊ, അവരപ്പം ഒരുമിച്ച് 4 പേരും കൂടെ പോയി. പിന്നെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നേ, ഹു ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മിന്നു. മിന്നുവിന്റെ ഫ്രണ്ടിൽ ആരാന്നാ ചോദിച്ചിരിക്കുന്നത്. പുട്ട് എ ടിക്ക് മാർക്ക്. അപ്പം ടിക്ക് ചെയ്യണം. അപ്പൊ മിന്നുവിന്റെ ഫ്രണ്ടിൽ ആരാ? ബട്ടർഫ്ലൈ. അപ്പൊ അതിന്റെ നേരെ ടിക്ക് ചെയ്യണം. പിന്നെ ഹു ഈസ് ബിഹൈൻഡ് മിന്നു. മിന്നുവിന്റെ പുറകിൽ ആരാ? അതാരാ ഉള്ളത്? റാബിറ്റ്. അപ്പൊ ഡ്രോ എ സ്മൈൽ. അവിടെ ഒരു സ്മൈൽ വരയ്ക്കാനാ പറഞ്ഞ. അപ്പൊ അതത്രേ ഉള്ളൂ. പിന്നെ ഈ പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രീനകത്ത് മാംഗോസ് കിടപ്പുണ്ട്. 5 മാംഗോസ് ഉണ്ട്. അപ്പൊ ഇതിലെന്താ ചെയ്തിരിക്കുന്നേ, ഓൾ ആർ ഹംഗ്രി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നേ, ലുക്ക് മാംഗോസ് ഹു വിൽ ക്ലൈംബ് അപ്പ്. അപ്പം ബട്ടർഫ്ലൈ പറയുക, നോക്ക് അതിൽ മാംഗോസ് ഉണ്ട്, ഹു വിൽ ക്ലൈംബ് അപ്പ്, ആര് കയറൂന്ന് ചോദിക്കുക. അപ്പൊ നമ്മുടെ കുഞ്ഞിക്കിളി പറയാ, ഐ വിൽ പെക്കറ്റ് ദം. അപ്പൊ എന്താ പറയുന്നേ, അത് ഞാനത് കൊത്താന്ന് പറയുക. അപ്പൊ ലിറ്റിൽ ബേർഡ് ഡിഡ് സോ ആൻഡ് ആൾ മാംഗോസ് ഫെൽ ഡൗൺ. അപ്പം നമ്മുടെ ലിറ്റിൽ ബേർഡ് എന്ത് ചെയ്ത, കൊത്തി മാങ്ങകൾ വീഴ്ത്തി, മാങ്ങകളെല്ലാം നിലത്ത് വീണു. ഈച്ച് ഓഫ് ദം എയ്റ്റ് 1. അപ്പൊ ഇവര് 4 പേരില്ല. അപ്പൊ അവര് ഓരോരുത്തരും ഓരോ മാങ്ങയാ തിന്നത്. ഹൗ മെനി ലെഫ്റ്റ്. അപ്പം മൊത്തം 5 മാങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് 4 മാങ്ങ കഴിച്ചു കഴിയുമ്പോ പിന്നുള്ള എത്രയാ, 1. അതെങ്ങനെ കിട്ടും, 5ന്ന് 4 കുറയ്ക്കണം, അപ്പൊ 1 കിട്ടും. സോ ഹാവ് യു ഫൗണ്ട് ഔട്ട്. അപ്പൊ നമുക്ക് എത്ര ഉള്ളു, ഇനി 1 ഉള്ളു. അതപ്പം അവിടെ എഴുതണം. അപ്പൊ ഈ പേജിലെന്ന് പറഞ്ഞാൽ കണക്ട് ആൻഡ് കൗണ്ട്. അപ്പൊ ദ റാബിറ്റ് വാസ് ഹാപ്പി ടു സീ ക്യാരറ്റ്സ് ഓൺ ദി വേ സൈഡ്. അപ്പം നമ്മുടെ വഴിയരികത്ത് ക്യാരറ്റ്സ് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ റാബിറ്റിന് ഭയങ്കര സന്തോഷമായി. ഹേയ് ക്യാരറ്റ്സ് ലെറ്റ്സ് ബൈ ദം. അപ്പൊ റാബിറ്റ് പറയുക, അതേ നോക്ക് ക്യാരറ്റ്സ് നമുക്ക് കുറച്ച് മേടിക്കാന്ന് പറയുക, കുറച്ച് മേടിക്കാന്ന് പറയാം. അപ്പോഴത്തേക്കും ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡിയർ പറയുക, ദ സെയിം നമ്പർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ. അപ്പൊ ദ സെയിം നമ്പർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിയർ പറയുക, എനിക്കും എന്റെ ബ്രദറിനോ ഒരേ നമ്പർ മതി എന്ന് പറയുക.
ഒരെണ്ണം മതി എന്ന് പറയുക. അപ്പൊ നമ്മൾ സ്ക്വയറിൽ പറയുക ഐ നീഡ് ഓൺലി ദ സ്മാൾ ബെഞ്ച്, എനിക്ക് ഒരു ചെറിയ കൂട്ടം മാത്രം മതി എന്ന് പറയാം. ബെഞ്ച് എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പോ നമുക്ക് നോക്കാം. ദി റാബിറ്റ് ടൂക്ക് ദ ലാർജസ്റ്റ് ബെഞ്ച്. അപ്പൊ നമ്മുടെ റാബിറ്റ് കുറെ വേണമല്ലോ, റാബിറ്റിന് ഭയങ്കര ഇഷ്ടമല്ല. അപ്പൊ റാബിറ്റ് ഏറ്റവും വലിയ കൂട്ടമാണ് എടുത്തത്. അപ്പൊ ഇത് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7. അപ്പം എത്ര നമ്പർ ഉണ്ട്? 7. അപ്പൊ അത് ഇവിടെ എഴുതണം. പിന്നെ ഡ്രോ എ ലൈൻ ടു കണക്ട് റാബിറ്റ് ടു ദിസ് ബെഞ്ച്. അപ്പം ഈ ബെഞ്ചിലോട്ട്, ഈ കൂട്ടത്തിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പറയുക. അപ്പം അത് ഓൾറെഡി ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് ദ നമ്പർ ആൾസോ. അപ്പൊ അതിന്റെ നമ്പർ എത്രയാ? 7. അപ്പൊ അത് അവിടെ എഴുതണം. പിന്നെ ചോദിച്ചിരിക്കുന്ന കണക്ട് ഡിയർ ആൻഡ് സ്ക്വയറൽ ടു ദെയർ ബെഞ്ചസ്. അപ്പൊ നമ്മുടെ ഡിയറിന്റെയും സ്ക്വയറിന്റെയും ബെഞ്ചസിലോട്ട് കണക്ട് ചെയ്യാനാ പറഞ്ഞത്. അവർക്ക് എങ്ങനത്തെ നമ്പർ വേണോന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമുക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ സെയിം നമ്പർ ഓഫ് അല്ലേ വേണ്ടത് നമ്മുടെ ഡിയറിന്. അപ്പൊ സെയിം നമ്പറിലുള്ളത് ഏതൊക്കെയാ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പൊ അത് രണ്ടും കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ സ്ക്വയറിന് ഏറ്റവും ചെറിയ കൂട്ടം മതി. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ കൂട്ടം എന്ന് പറയുന്നത് 2. അപ്പൊ അത് അങ്ങോട്ട് കണക്ട് ചെയ്യണം. പിന്നെ റൈറ്റ് ദ നമ്പർ ഓഫ് ക്യാരറ്റ്സ് ഇൻ ദ റിമൈനിങ് ബെഞ്ചസ്. അപ്പൊ പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കൂട്ടത്തില് എത്ര നമ്പർ ഉണ്ടെന്നുള്ള ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞേ ഇതിപ്പോ ഇത്രയെണ്ണം പോയി കഴിഞ്ഞാൽ ഇതിന് ബാലൻസ് ഉള്ളത് ഇതായി കൂട്ടുക. അപ്പൊ ഇതിൽ എത്ര എണ്ണം ഉണ്ട് നമ്പേഴ്സ്? 1 2 3 4 5. അപ്പൊ നമുക്ക് 5 അതിനകത്തുള്ളത്. അപ്പൊ 5 എഴുതണം. പിന്നെ ഡിഡ് യു ആൻഡ് യുവർ ഫ്രണ്ട്സ് കാൽക്കുലേറ്റ് ദ സെയിം വേ, സേ ഹൗ യു ഡിഡ് ഇറ്റ്. അപ്പം അത് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരേ രീതിയിലാണോ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത പേജിലെന്ന് പറയുന്നത് ദേ walked and reached a pond. അവര് പിന്നെ നടന്ന് ഒരു പോണ്ടിന്റെ അടുത്തെത്തി എന്ന് പറയുക. അപ്പൊ നമ്മുടെ ഡിയർ പറയാം വാ സോ ബ്യൂട്ടിഫുൾ. അപ്പൊ ഡിയർ പറയാം ഭയങ്കര മനോഹരമായിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ റാബിറ്റ് പറയാം ലെറ്റ്സ് സ്റ്റോപ്പ് ഫോർ എ വൈൽ. അപ്പൊ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കാന്ന് പറയാം നമ്മുടെ റാബിറ്റ്. പിന്നെ ഇതില് പിക്ചറിൽ നോക്കുമ്പോ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കാം നമുക്ക്. വാട്ട് ആൾ ഡിഡ് ദേ സേ, കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പൊ നമ്മുടെ ഇതിനകത്ത് എന്തൊക്കെയാ അവർ എന്തൊക്കെയാ നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കൗണ്ട് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഫസ്റ്റ് പിക്ചർ കൊടുത്തിരിക്കുന്ന ഫ്രോഗിന്റെ. അപ്പൊ ഇതില് ഫ്രോഗ് ഉണ്ടല്ലോ. അപ്പൊ അത് എത്രയാ കൗണ്ട് ചെയ്യണം? 1 2 3 4. അപ്പൊ ഇവിടെ 4 കാൽക്കുലേറ്റ് ചെയ്താ. പിന്നെ അടുത്തെന്ന് പറയുന്ന ഫിഷ്. അപ്പൊ ഫിഷ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ ആ നമ്പർ ഇവിടെ എഴുതണം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊക്ക്, ക്രെയിൻ. അപ്പൊ ക്രെയിൻസ് എത്ര എണ്ണം ഉണ്ട്? 1 2 3. അപ്പൊ 3 കൗണ്ട് ചെയ്ത്. പിന്നെ ഇതെന്തുവാ? ഡെക്ലിങ്സ് എന്ന് വെച്ചാൽ എന്താ? താറാവ് കുട്ടികൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പൊ അത് എത്ര എണ്ണം ഉണ്ട്? 1 2. അപ്പൊ അത് ഇവിടെ എഴുതണം. പിന്നെ ഇതെന്താ? ടോർട്ടോയിസ് എന്താ? ആമ. അപ്പൊ ഇതില് ആമ എന്ന് പറയുന്ന ഒരെണ്ണയുള്ളൂ. അപ്പൊ അതിവിടെ കാൽക്കുലേറ്റ് ചെയ്ത്. പിന്നെ ഇതെന്താ? തുമ്പിക്ക് എന്താ പറയുക? ഡ്രാഗൺ ഫ്ലൈ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. അപ്പൊ അതിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ്, കളർ ദാറ്റ് ബോക്സ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഏതാ ഉള്ളത്? 6 അല്ലേ. അപ്പൊ ആ ബോക്സ് മാത്രം കളർ ചെയ്യാനാ പറഞ്ഞിരിക്കുക. അപ്പൊ അത് കളർ ചെയ്യാം. പിന്നെ റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മാളസ്റ്റ് ടു ദി ലാർജസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അസെൻഡിങ് ഓർഡറാ. സ്മാളസ്റ്റിന്ന് ലാർജസ്റ്റിലോട്ട് പോവാന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറാ. അപ്പൊ ഈ നമ്പർ ഇത് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാ പറയുന്നത്. സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 1. അത് കഴിഞ്ഞ് 2. പിന്നെ 3 4 5 6. അപ്പൊ അതിവിടെ എഴുതണം. 1 2 3 4 5 6. പിന്നെ അടുത്ത പേജിലെന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബേർഡ്സ്. അപ്പോ നമുക്ക് ഇതിൽ കൗണ്ട് ചെയ്യാലോ. ഹൗ മെനി ലിറ്റിൽ ബേർഡ്സ് ആർ ദീസ്? ഇതിൽ എത്ര ലിറ്റിൽ ബേർഡ്സ് ആ ഉള്ളത്? കുഞ്ഞിക്കിളികളാ ഉള്ളത്. 1 2 3 4 5 6 7 8. അപ്പൊ അത് 8 കൗണ്ട് ചെയ്ത്. പിന്നെ എന്താ ഉള്ളത്? ഹിയർ ഈസ് മൈ ലിറ്റിൽ വൺ ആൻഡ് 3 others. അപ്പൊ ദാ നോക്ക്, എന്റെ ഇവിടെ ഉണ്ട് എന്റെ ഒരു കുഞ്ഞിക്കിളി കൂടെ ഉണ്ട്. പിന്നെ 3 പേര് വേറെയും ഉണ്ടെന്ന് പറയാം. അപ്പൊ 3 പേര് ആരൊക്കെയാ? നമ്മുടെ റാബിറ്റും മിന്നും ബട്ടർഫ്ലൈവാ. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? നൗ ദ ലിറ്റിൽ ബേർഡ് ഈസ് വിത്ത് ഹെർ മദർ. അപ്പൊ ഇപ്പൊ നമ്മുടെ കുഞ്ഞിക്കിളി എവിടെയാ ഉള്ളത്? അതിന്റെ അമ്മയുടെ കൂടെ.
പിന്നെ എന്താ ചെയ്തിരിക്കും, നൗ ദർ ആർ 9 ലിറ്റിൽ ബേർഡ്സ്. അപ്പൊ ഇപ്പൊ എത്ര എണ്ണമാണ് മൊത്തം ലിറ്റിൽ ബേർഡ്സ്? 9 ഉണ്ട്. അപ്പൊ ഇവിടെ ഓൾറെഡി 8 ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരാളും കൂടി വരുമ്പോ എത്രയാണ്? 9. ആൻഡ് 9 ആർ ഹാപ്പി. അപ്പം ഇവർ ഈ 9 പേരും വളരെ ഹാപ്പിയാന്ന് പറയാം. റൈറ്റ് ഇൻ ഓർഡർ. അപ്പൊ ഓർഡറിൽ എഴുതാൻ പറയുക. അപ്പൊ എന്തൊക്കെയാ? 6, 7, 8, 9. അപ്പൊ അതവിടെ എഴുതി. പിന്നെ അടുത്ത പേജിൽ എന്താ കൊടുത്തിരിക്കുന്നേ? ലീവിംഗ് ദ ലിറ്റിൽ ബേർഡ് വിത്ത് ഹെയർ മദർ, അതേഴ്സ് റിട്ടേൺ. അപ്പൊ നമ്മുടെ കുഞ്ഞിക്കിളിയെ അതിന്റെ അമ്മയുടെ അടുത്താക്കിയിട്ട് ബാക്കിയുള്ളവർ മടങ്ങി. പിന്നെന്താ എഴുതിയിരിക്കുന്നേ? ലുക്ക്, ഹിയർ ഈസ് എ മൊബൈൽ ഫോൺ. അപ്പൊ നമ്മുടെ റാബിറ്റ് പറയാ, നോക്ക് ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഡിയർ പറയാം, മസ്റ്റ് ബി ദ ഹാറ്റ് സെല്ലേഴ്സ്. അപ്പൊ ഇത് ഉറപ്പായിട്ടും നമ്മുടെ തൊപ്പി വിൽപ്പനക്കാരന്റെ ആയിരിക്കും എന്ന് നമ്മുടെ ഡിയർ പറയുക. പിന്നെ അടുത്ത പേജിൽ എന്താ? അൺലോക്ക് ദ മൊബൈൽ ഫോൺ, ഓപ്പൺ ദ നമ്പർ ലോക്ക്. അപ്പൊ നമ്മുടെ ഡിയർ പറയാം. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ അൺലോക്ക് ചെയ്യാനായിട്ടുള്ള ഇതാ പറയുന്നത്. അപ്പൊ നമ്മുടെ ഡിയർ പറയുക, ഓപ്പൺ ചെയ്യാൻ പറയാം, നമ്മുടെ ലോക്ക്, മൊബൈൽ ഫോണിന്റെ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറയുക. അപ്പൊ ഓരോരുത്തരും എന്താ ചെയ്ത, ഓരോ നമ്പർ അടിച്ചു നോക്കുക, പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ റാബിറ്റ് പ്രസ് ചെയ്ത് എന്തൊക്കെയാ? 2, 4, പിന്നെ 5, 8. അത് കഴിഞ്ഞിട്ട് സ്ക്വയറിൽ എത്ര എന്തൊക്കെയാ അടിച്ചേ? 3, 5, 7, 8. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മങ്കി 1, 2, 3, 5, 7, 8. നമ്മുടെ പാരറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം ഇവരെന്താ ചെയ്യുന്നത്? ട്രൈഡ് 1 by 1 ടു അൺലോക്ക് ദ ഫോൺ. അപ്പൊ ഇവർ ഓരോരുത്തരായിട്ട് എന്താ ചെയ്യുന്നത്? ഈ ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദ നമ്പേഴ്സ് ദേ പ്രസ്ഡ് ഗ്ലോഡ് യെല്ലോ. അപ്പം ഇവർ പ്രസ് ചെയ്തിരിക്കുന്ന നമ്പറാണ് യെല്ലോ കളറിൽ കാണുന്നത്. ബൈ ദാറ്റ് ടൈം രാമുണ്ണി അങ്കിൾ കെയിം ബാക്ക്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? നമ്മുടെ രാമുണ്ണി അങ്കിൾ തിരിച്ചു വന്നു. ടു അൺലോക്ക് മൈ ഫോൺ യു മസ്റ്റ് പ്രസ് ആൾ നമ്പേഴ്സ് ഫ്രം 1 to 9. അപ്പൊ നമ്മുടെ രാമുണ്ണി അങ്കിൾ പറയുക, ഈ ഫോൺ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും 1 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറും അടിക്കണമെന്ന് പറയുക. അപ്പൊ പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? ഹു അൺലോക്ക് ദ ഫോൺ. അപ്പൊ 1 മുതൽ 9 വരെ ആരാണ് ഇതിൽ പ്രസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പാരറ്റ്. അപ്പം അതാണ് അവിടെ എഴുതേണ്ടത്, പാരറ്റ്. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ. അപ്പൊ 1 to 9 വരെ ഓർഡറിൽ എഴുതാൻ പറയാം. അപ്പൊ അത് 1, 2, 3, 4, 5, 6, 7, 8, 9. There is another number on the phone. What is it? അപ്പം ഈ ഫോണിൽ ഒരു നമ്പർ കൂടെ ഉണ്ട്. അത് ഏത് നമ്പറാ? 0. അപ്പൊ ആ 0 അവിടെ എഴുതണം. പിന്നെ അടുത്ത പേജിൽ എന്താ? ലുക്ക് അറ്റ് ദി ഫോട്ടോ, ദ ഹാറ്റ് സെല്ലർ ഗോട്ട് ഹിസ് ഫോൺ ബാക്ക്. സി ദി ഫോട്ടോ രാമുണ്ണി അങ്കിൾ ടുക്ക്. അപ്പം നമ്മുടെ ഹാറ്റ് സെല്ലറിന്, തൊപ്പി വിൽപ്പനക്കാരന്, അദ്ദേഹത്തിന് ഫോൺ തിരിച്ചു കിട്ടി. പിന്നെ ഈ പിക്ചർ എന്ന് പറയുന്നത് സി ദി ഫോട്ടോ രാമുണ്ണി അങ്കിൾ ടുക്ക്. അപ്പൊ ഈ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ രാമുണ്ണി അങ്കിൾ എടുത്തിട്ടുള്ള ഫോട്ടോ. പിന്നെ ഇതില് ടിക്ക് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മള് കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യാനാ പറയുന്നത്. ഹൗ മെനി ആർ ദർ ഇൻ ദി ഫോട്ടോ. അപ്പൊ ഇതില് എത്ര പേരുണ്ടെന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതപ്പോ കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6. അപ്പൊ 6 പേരുണ്ട്. അപ്പൊ 6 നേരെ ടിക്ക് ഇടുക. പിന്നെ ഹൂ ഈസ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് ദി ഡിയർ. അപ്പൊ ഡിയറിന്റെ ലെഫ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിയറിന്റെ ലെഫ്റ്റ് ആരാ ഉള്ളത്? സ്ക്വയർ അല്ല. അപ്പം ഇതിൽ ടിക്ക് ചെയ്യേണ്ട സ്ക്വയർ ആണ്. പിന്നെ there are 4 animals with 4 legs. ട്രൂ ഓർ ഫാൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്നുള്ളതാ. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാൽ 4 ആനിമൽസ് ഉണ്ട്, 4 കാലുള്ള 4 ആനിമൽസ് ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഉണ്ടോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഡിയറിന് മാത്രമേ 4 കാലുള്ളൂ. മറ്റേ സ്ക്വയറിന് 2 കൈയും 2 കാലും, മങ്കിക്ക് 2 കൈ 2 കാല്, റാബിറ്റിന് 2 കൈ 2 കാല്. അപ്പൊ ഇത് തെറ്റാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫാൾസ്. അപ്പൊ ദോസ് ഹു ക്യാൻ ഫ്ലൈ ആർ മോർ. അപ്പൊ പറക്കാൻ കഴിയുന്നവര് ഇതിൽ കൂടുതലാന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ശരിയാണോ? ട്രൂ ഓർ ഫാൾസിൽ അല്ല, തെറ്റാ. കാരണം ഇതിൽ പറക്കാൻ പറ്റുന്ന ബട്ടർഫ്ലൈക്കും പാരറ്റിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും പറക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണോ കൂടുതലുള്ള? അല്ല. അപ്പൊ അത് തെറ്റ്, ഫാൾസ്. ദ ബട്ടർഫ്ലൈ ആൻഡ് പാരറ്റ് ആർ എബോവ് അതേഴ്സ്. അപ്പൊ ബട്ടർഫ്ലൈയും പാരറ്റും എല്ലാവരുടെയും മുകളിലാന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷെ കറക്റ്റാ. അപ്പൊ ട്രൂ ഓർ ഫാൾസ് ചോദിച്ചാൽ അത് ട്രൂ ആണ്. അപ്പൊ അത് ട്രൂവിന് ടിക്ക് ചെയ്യാം. പിന്നെ ഈ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗീവ് ഹാറ്റ്സ് ടു ദി റാബിറ്റ്സ്. നമുക്ക് ഈ തൊപ്പികളൊക്കെ റാബിറ്റിന് കൊടുക്കാന്ന് പറയുക. അപ്പൊ ഇതിൽ റാബിറ്റ്സിന്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ റാബിറ്റ്സ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ.
1 2 3 4 5 6 ഉണ്ട്. അപ്പൊ ഹാറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഉണ്ട്. അപ്പൊ 6 റാബിറ്റ്സും 9 ഹാറ്റ്സും ഉണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. വിച്ച് ഈസ് മോർ? അപ്പൊ കൂടുതൽ ആരാ ഉള്ളത്? ഹാറ്റ്സ് ആണ്. അപ്പൊ ടിക്ക് ദി ലാർജർ. അപ്പൊ അതിൽ ടിക്ക് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ റാബിറ്റ്സ് തന്നെ ഹാറ്റ്സ് ആണോ? ഹാറ്റ്സ്. അപ്പൊ ഹാറ്റ്സിന് ടിക്ക് ചെയ്യണം. 1 hat ഈസ് ഗിവൺ ടു ഈച്ച് റാബിറ്റ്. അപ്പൊ ഓരോ റാബിറ്റിനും ഓരോ ഹാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൗ മെനി ഹാറ്റ്സ് ആർ ഗിവൺ അവേ? അപ്പൊ 6 റാബിറ്റ് അല്ലേ ഉള്ളത്. അപ്പൊ എത്ര ആയിരിക്കും കൊടുത്തിട്ടുള്ളത്? 6 ആയിരിക്കും. അപ്പൊ ആ നമ്പർ ഇവിടെ എഴുതുക. ഹൗ മെനി ആർ ലെഫ്റ്റ്? അപ്പം ടോട്ടല് 9 ഉണ്ടായിരുന്നു ഹാറ്റ്സ്. അതിൽ 6 ഹാറ്റ്സ് ഓൾറെഡി കൊടുത്തു. പിന്നെ ബാലൻസ് എത്രയുള്ളത്? 9 - 6. അപ്പൊ എത്ര കിട്ടുന്നത്? 3. അപ്പൊ ആൻസർ എത്ര? 3. പിന്നെ ഈ പേജിൽ എന്ന് പറയുന്നത് someone is hiding on the tree, join the doors from 1 to 9 in order and color എന്നാ പറയുന്നത്. അപ്പം ഇതിൽ ഈ മരത്തിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. അപ്പൊ അത് ആരാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 1 to 9 വരെയുള്ള നമ്പേഴ്സ് ഓർഡറിൽ നമ്മുടെ ഡോട്ട് ജോയിൻ ചെയ്യാനാ പറയുന്നത്. അപ്പൊ അത് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ പിക്ചർ റെഡി. എന്നിട്ട് അത് കളർ ചെയ്യാനും പറയുന്നുണ്ട്. അപ്പൊ അത് കളർ ചെയ്യണം. റൈറ്റ് ദി നമ്പേഴ്സ് ഇൻ ഓർഡർ. അപ്പൊ 1 to 9 വരെ ഓർഡറിൽ എഴുതാൻ പറയാം. 1 2 3 4 5 6 7 8 9. വൺ മോർ. കളർ ആൾ ദി ഫ്ലവേഴ്സ് യെല്ലോ ഓർ റെഡ്. അപ്പൊ ഇതിലുള്ള ഫ്ലവേഴ്സ് എല്ലാം യെല്ലോയിലും റെഡിലും കളർ ചെയ്യാൻ പറയാം. പക്ഷെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. റെഡ് ഫ്ലവേഴ്സ് മസ്റ്റ് ബി 1 മോർ ദാൻ ദ യെല്ലോ ഫ്ലവേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റെഡ് ഫ്ലവേഴ്സ് യെല്ലോ ഫ്ലവേഴ്സിനേക്കാളും ഒരെണ്ണം ഉറപ്പായിട്ടും കൂടുതലായിരിക്കണം എന്ന് പറയാം. അപ്പൊ ടോട്ടൽ 9 ഉണ്ട്. അപ്പൊ 4 4 വരച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഒരെണ്ണം ഉള്ളു. അപ്പൊ അത് റെഡിലോട്ട് വരയ്ക്കുമ്പോഴത്തേക്കും 5 റെഡ് ഫ്ലവേഴ്സും ആയി, 4 യെല്ലോ ഫ്ലവേഴ്സും ആയി. പിന്നെ അടുത്ത പേജിലെന്ന് പറയുന്നത് പുട്ട് 6 ഇൻ എ ബാസ്കറ്റ്. അപ്പൊ ഇതിലുള്ള മാങ്ങകളില് 6 എണ്ണം ഒരു ബാസ്കറ്റിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞു. അപ്പൊ ബാസ്കറ്റിലോട്ട് മാറ്റി. ഹൗ മെനി ആർ ഇൻസൈഡ്? അപ്പൊ ഇതിന്റെ ഉള്ളിൽ എത്ര എണ്ണം ഉള്ളത്? 6 അല്ല. അപ്പൊ 6 എഴുതണം. അപ്പൊ 1 2 3 4 5 6. ഹൗ മെനി ഔട്ട്സൈഡ്? ഔട്ട്സൈഡ് എത്ര ഉണ്ട്? 1 2 3 4. അപ്പൊ 4 ഇവിടെ എഴുതാം. പുട്ട് 5 റാബിറ്റ്സ് ഇൻ എ കേജ്. അപ്പൊ 5 റാബിറ്റിനെ ഒരു കേജിന്റെ ഉള്ളിലാക്കാനാ പറയുന്നത്. അപ്പൊ ഒരു കേജിന്റെ ഉള്ളിലാക്കിയത് ഇപ്പൊ 1 2 3 4 5. അപ്പൊ ഹൗ മെനി ആർ ഇൻസൈഡ്? അപ്പൊ ഇതിന്റെ ഉള്ളിൽ എത്ര എണ്ണം ഉള്ളത്? 5. ഹൗ മെനി ഔട്ട്സൈഡ്? 1 2 3 4 5. 5 ഇവിടെ എഴുതാം. പുട്ട് 2 ബാൾസ് ഇൻ എ ബോക്സ്. അപ്പൊ 2 ബോള് ഒരു ബോക്സിലാക്കാനാ പറയുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നത് എന്തുവാ? ഹൗ മെനി ആർ ഇൻസൈഡ്. അപ്പൊ ബോക്സിന്റെ ഉള്ളിൽ 2 എണ്ണം ആക്കിയപ്പോ എത്ര എണ്ണം? 2 എണ്ണം അല്ലേ ഉള്ളിലുള്ള. അപ്പൊ അതപ്പോ അവിടെ എഴുതണം. പിന്നെ പറയുന്ന ഹൗ മെനി ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പൊ 8 അവിടെ എഴുതണം. പുട്ട് 3 ബട്ടർഫ്ലൈസ് ഇൻ എ സർക്കിൾ. അപ്പൊ 3 ബട്ടർഫ്ലൈസിനെ ഒരു സർക്കിളിന്റെ ഉള്ളിലാക്കാനാ പറയുന്നത്. അപ്പൊ ഇത് എത്രയാ? ഹൗ മെനി ആർ ഇൻസൈഡ്? 3. അപ്പൊ 1 2 3. ഹൗ മെനി ഔട്ട്സൈഡ്? അപ്പൊ ബാക്കിയുള്ള എത്രയാ? 1 2 3 4 5 6 7. അപ്പൊ 7 ഇവിടെ എഴുതണം. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ.